കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീരസൈനികൻ രാധാകുമാറിന്റെ 26ാമത് വീരമൃത്യു ദിനാചരണവും പുഷ്പാർച്ചനയും ദീപം തെളിയിക്കലും കേരള പ്രദേശ് എക്സ് സർവീസ്മെൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. സ്റ്റേറ്റ് ചെയർമാൻ ഭുവനചന്ദ്രൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീരസൈനികൻ രാധാകുമാറിന്റെ 26ാമത് വീരമൃത്യു ദിനാചരണവും പുഷ്പാർച്ചനയും ദീപം തെളിയിക്കലും കേരള പ്രദേശ് എക്സ് സർവീസ്മെൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. സ്റ്റേറ്റ് ചെയർമാൻ ഭുവനചന്ദ്രൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ നിമിഷം നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഇവിടുത്തെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നായിക് രാധാകുമാറിൻ്റെ അനുസ്മരണം. ഇങ്ങനെയുള്ള ചടങ്ങുകൾ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് എല്ലാ നാട്ടിലും. ഇന്ന് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കേരളത്തിലെ എക്സ് സർവീസുകാർ വിമുക്തഭടന്മാരുള്ള ഒരു ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയാണ്. ഈ ആലപ്പുഴ ജില്ലയിൽ വിമുക്തഭട സംഘടന വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു അനുസ്മരണ യോഗം ഇവിടെ കൂടാതെ നിയോജക മണ്ഡലം ചെയർമാനും സ്റ്റേറ്റ് കൺവീനറുമായ അനിൽ പി ചിങ്ങോലി അധ്യക്ഷനായി. ജില്ലാ ചെയർമാൻ സലീം പുറക്കാട് സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോൺ തോമസ്, ഹരിപ്പാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ സുരേന്ദ്രനാഥ്, കാർത്തികപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് ഷംസുദ്ദീൻ കായിപ്പുറം, DCC അംഗം അഡ്വക്കേറ്റ് രഞ്ജിത്ത് ചിങ്ങോലി, കാർത്തികപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി റെജി കൊട്ടാരത്തിൽ, കാർത്തികപ്പള്ളി ബ്ലോക്കിന്റെ ചുമതലയുള്ള സണ്ണി ജോർജ്, വാർഡ് മെമ്പർ ശാലിനി, ജില്ലാ വൈസ് ചെയർമാൻ രാധാകൃഷ്ണൻ എന്നിവർ അനുസ്മരണ സന്ദേശം നൽകി. സംസ്ഥാന കമ്മിറ്റി അംഗമായ PT രാജു കൃതജ്ഞത പറഞ്ഞു. ചടങ്ങിൽ നിർധന കുടുംബത്തിന് 5 സെന്റ് പുരയിടം ഇഷ്ടദാനം നൽകിയ ശ്രീകൃഷ്ണകുമാർ മുതുകുളത്തിനെ ചടങ്ങിൽ ആദരിച്ചു. ചിങ്ങോലി മണ്ഡലം ചെയർമാൻ ശശി മുതുകുളം, മണ്ഡലം ചെയർമാൻ ശ്രീകൃഷ്ണകുമാർ, ആറാട്ടുപുഴ മണ്ഡലം ചെയർമാൻ സുബ്രഹ്മണ്യ ബാബു, മനോഹരൻ, സുനിൽ, നാസർ തെറ്റിക്കുഴി, രഘുനാഥൻ, സുജിത് ചിങ്ങോലി, സുജിത്ത്, ബിജു തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, ഹരിപ്പാട്.